നമ്മുടെ റംദാനിലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു 4:45 ആകുമ്പോൾ എണീക്കും. ഫസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഫ്രഷ് ആയ ശേഷം ചിയാ സീഡ് സോക്ക് ചെയ്ത് വെക്കാറാണ്. ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ ഇത് ശരിക്കും ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് കേട്ടോ. വെയിറ്റ് ലോസിനും നല്ലതാണ്. സുഹൂറിൽ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നല്ലത്. പ്രോട്ടീനും കോംപ്ലക്സ് കാർബ്സും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. പ്രേയർ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഈ ചെറിയ ജീരകപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കും. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കുടിക്കുമ്പം നമ്മളെ ബോഡി ഡീടോക്സിഫൈ ചെയ്യാനും മെറ്റബോളിസം സ്പീഡപ്പ് ചെയ്യാനും പിന്നെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. എൻ്റെ 20 kg വെയിറ്റ് ലോസിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിൻ്റെയും ചിയ കോമ്പിനേഷൻ വരുമ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് ഒരു 5 to 10 minutes കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ്സോ ലൈറ്റായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും കോംപ്ലക്സ് കാർബ്സ് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിൻ്റർ ആയത് കാരണം ടെറസിൽ ഇടയ്ക്ക് ഇതേപോലെ വന്ന് നിൽക്കാറുണ്ട്. സമ്മറിലൊന്നും ഇറങ്ങാറേ ഇല്ല. ഇപ്പം നല്ല ടെമ്പറേച്ചറാണ്. ഏകദേശം വിൻ്ററൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം എസ്തുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. സാഗോ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പാൻ എടുത്തിട്ട് ഗീ ആഡ് ചെയ്തിട്ട് വലിയ ബനാനയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ശേഷം ഒരു ചെറിയ ബൗളിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 to 3 സ്ട്രാൻഡ്സ് സാഫ്രോൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഡേറ്റ്സും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 minutes ആകുമ്പോഴേക്കും അതൊന്ന് സോക്കായിട്ട് കിട്ടിക്കോളും. നമ്മൾ ബനാന ഇവിടെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 tablespoon നട്ട്സ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പൗഡറിൽ ഒരു 10 ഡിഫറെൻറ്റ് ടൈപ്സ് നട്ട്സും സീഡ്സൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണ്. അങ്ങനെ നട്ട്സും സീഡ്സൊക്കെ ഒട്ടും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ പൗഡർ ആക്കിയിട്ട് അവരെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഞാൻ കോക്കനട്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. സോക്ക് ചെയ്ത സാഗോയിലോട്ട് ഈ ഒരു കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം റംദാൻ ആയത് കാരണം ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. വീട്ടിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ സാഗോ ഏകദേശം ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. സാഗോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് 10 minutes കൂടെ കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ഡേറ്റ്സ് ഒക്കെ ഇതാ ഇവിടെ സോക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കാർഡമം പൗഡറും പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബനാനയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി കുക്കായിട്ടുള്ള സാഗോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്. ഓൾറെഡി ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് മധുരം ഉണ്ടാവും. ഇത് മലബാറിലെ ഒരു ട്രഡീഷണൽ പായസമാണ്. അത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് എടുത്തതാണ്. നട്ട്സും ഡേറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടീസൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് ലാഗാക്കുന്നില്ല. അങ്ങനെ കറി ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയിട്ടുള്ളതാണ്. ഇന്ന് ബീഫ് കുറുമ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. റംദാനിൽ ആക്ച്വലി നമുക്ക് ആ ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടും. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വെയിറ്റ് ലോസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു റംദാനിൽ കുറച്ച് കൺട്രോൾഡാണ്. എന്ന് വെച്ച് ഫുഡൊന്നും ഒഴിവാക്കിയിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല. ഓയിലൊക്കെ നാച്ചുറലായിട്ടുള്ള ഓയിൽ തന്നെ ബീഫിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലുള്ള കോക്കനട്ട് മിൽക്കും കാഷ്യൂസും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. മോഡറേഷൻ ഈസ് ദ കീ ടു വെയിറ്റ് ലോസ് എന്നാണല്ലോ. അപ്പം മോഡറേറ്റ് ആയിട്ട് നമുക്ക് എന്തും കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാലറി ഇൻടേക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ ഡയറ്റിൻ്റെ കാര്യം പറയാൻ തന്നെ കാരണം എൻ്റെ സർക്കിളിൽ ഒരുപാട് പേര് ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കുക്ക് ചെയ്തെടുത്ത ടൈമിൽ ഞാൻ കുറച്ച് ബീഫ് മസാലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് സ്നാക്കിനുള്ള പരിപാടി നോക്കാം. ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റഫ് ചെയ്തിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടും ഒരു കുറച്ച് ഓയിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഗീയും യൂസ് ചെയ്യുന്നുണ്ട്.
സാധാരണ ഞാൻ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യാറ്. പക്ഷേ വീറ്റ് ബ്രെഡ് നമുക്ക് ആ ഒരു വൈറ്റ് ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ നോർമൽ സമൂസ ഫില്ലിംഗ് ഇല്ലേ, ആ ഒരു ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ആ ഒരു ഫില്ലിംഗ് ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. മിൽക്കും എഗ്ഗും ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ ഓർ ഹണി, ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ആ ഒരു മിക്സ് വരുന്നത്. അതിൽ നമ്മൾ വൈറ്റ് ബ്രെഡ് നന്നായിട്ട് ഡിപ്പ് ചെയ്ത ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ഗീ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ആ ബ്രെഡ് വെക്കും. അതിൽ നമ്മൾ ഫില്ലിങ് സ്റ്റഫ് ചെയ്തിട്ട് നെക്സ്റ്റ് ബ്രെഡ് അതിൻ്റെ മേലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ഞാൻ 4 ബ്രെഡ് വെച്ചിട്ട് ഒരു സ്ക്വയർ കേക്ക് പോലെ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ മിക്സ് ചെയ്ത എഗ്ഗ് കുറഞ്ഞു പോയി മിക്സിൽ. അപ്പോൾ അത് കാരണം സ്റ്റിക്കായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കേക്ക് പോലെ സ്റ്റിക്കായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ എഗ്ഗ് ആഡ് ചെയ്താൽ മതി. അതാകുമ്പോൾ ആ ബ്രെഡ്സ് ഒന്ന് ജോയിൻ്റ് ആയി കിട്ടിക്കോളും. അങ്ങനെ സ്നാക്കൊക്കെ സെറ്റായപ്പോഴേക്ക് നമ്മുടെ ബോസ് ഇതാ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് അവനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കിച്ചണൊക്കെ തല തിരിച്ചിട്ട് തരും. Look here. Hey, hey, Mom. Hey, hey. അങ്ങനെ അവൻ്റെ കളികളൊക്കെ കഴിഞ്ഞപ്പോൾ കഥ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ്. ഞാനിത് കസ്റ്റാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കസ്റ്റാർഡിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും ചീയയും ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഷുഗർ ഇല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇന്നിതാ ഡേറ്റ്സ് സോക്ക് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഷുഗറായിട്ട് ഡേറ്റ്സ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ മാംഗോയും അവക്കാഡോയും മിക്സ് ചെയ്തിട്ടൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൂട്ട്സിലോട് കസ്റ്റാർഡൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇഫ്താറിന് 10 മിനിറ്റ്സ് മുന്നേ നമ്മൾ ടേബിളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് സ്മൂത്തി ആയിട്ടുണ്ട്. റംദാൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് സ്നാക്സൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഫ്രീസറിൽ. അതാകുമ്പം നമ്മുടെ പണി ഒന്നുകൂടെ ഈസി ആവും. ഫുൾ ടൈം കിച്ചണിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാനിത് 2 കട്ട്ലറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുത്തതാണ്. നോമ്പ് തുറക്കുമ്പോൾ ഈ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അതുകൊണ്ട് അധികം സ്നാക്സ് ഒന്നും കഴിക്കില്ല. അങ്ങനെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മെയിൻ ഫുഡ് കഴിക്കാറ്. പക്ക ഡയറ്റ് ഡേയ്സിൽ നമ്മൾ കോഫിയൊന്നും എടുക്കാറില്ല. കഫീൻ ഇൻടേക്ക് ഒട്ടും നല്ലതല്ല. പിന്നെ സ്ലീപ്പൊക്കെ ഡിസ്റ്റർബ് ആവും. പിന്നെ വീക്ക്ലി വൺസ് ടീയോ കോഫി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് അറബിക്കാവ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് സിനമൺ, സാഫ്രണും പിന്നെ അറബിക്കാവ പൗഡറും പിന്നെ കുറച്ച് ക്ലോവ് അങ്ങനെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതേപോലെ കോഫി, ടീ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം സ്റ്റീവിയാണ് ആഡ് ചെയ്യാറ് ഷുഗറിന് പകരം. ഇന്ന് ബീഫ് കുറുമ ആയത് കാരണം കാപ്സ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇടിയപ്പം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള റൈസ് കേക്കും ഉണ്ട് കൂടെ.
എല്ലാം കഴിഞ്ഞ് കുറച്ച് എസ്തുവിൻ്റെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഫോണിൽ നോക്കുമ്പോഴാണ് കാണുന്നത് തലബാത്തിൽ ബി11 ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുനാഫ ചോക്ലേറ്റും പിന്നെ ലസാനിയ സംതിങ് അങ്ങനെ ഒരു ന്യൂ ലോഞ്ചാണ് അവരുടെ മാംഗോൻ്റെ ഒരു ഡെസേർട്ടും ഓർഡർ ചെയ്തു. ചില ഡേയ്സ് ഇങ്ങനെയാണ്, എക്സ്പെക്റ്റ് ചെയ്യാതെ ഓരോന്ന് വാങ്ങിയിട്ട് ചിലപ്പം നമ്മൾ ഫുൾ ഡേ കൺട്രോൾ ചെയ്തതൊക്കെ ഒരു ഒറ്റ ഡെസേർട്ടിൽ ഇങ്ങനെ പാളിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഇതും കഴിച്ചു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മളൊരു 9:30 ആയപ്പം ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കെയർഫോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മെറ്റാലനിലോട്ടാണ് പിന്നെ പോയത്. അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് പറ്റിയ പൈജാമ സെറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ന്യൂ വീഡിയോസായിട്ട് കാണുന്നത് വരെ ബൈ.